ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, കമന്റുകൾ ഒത്തിരി വരുന്നുണ്ട്. താങ്ക് യു. ഓഡിയബിൾ ആണല്ലോ അല്ലേ? താങ്ക് യു. ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഒത്തിരി സന്തോഷം. ഹൈ റിച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഒരു ഭാഗമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാനായിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിൽ ലൈവിൽ വരുവാനായിട്ട് സാധിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഒരു ഹൈ റിച്ച് എന്ന നിലയിൽ തീർച്ചയായും ഞാൻ അഭിമാനം കൊള്ളുന്നു. 2016 തുടങ്ങിയ ഒരു ചെറിയൊരു കമ്പനി, തുടങ്ങിയ സമയത്ത് ഒരു സാധാരണ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി എന്ന രീതിയിൽ തുടങ്ങിയ ഈ കമ്പനിയെ ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. നമ്മൾക്കറിയാം, കാരണം കോവിഡ് എന്ന മഹാമാരി സംഹാര താണ്ഡവം ആടിയ സമയത്ത് അന്നത്തെ അതോറിറ്റികളിലൊക്കെ അറിവോടെ അല്ലെങ്കിൽ അവരുടെ അനുവാദത്തോടെ നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ ജനങ്ങൾ നമ്മളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്തത്. ശരിക്കും നമ്മുടെ ബിസിനസ് എന്ന് പറയാൻ നമ്മൾ താഴേക്ക് ഇറങ്ങിയപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സുമായി ഇറങ്ങിയപ്പോൾ സൂപ്പർ മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടാണ് നമ്മുടെ ബിസിനസ്സുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയത്. മറ്റ് കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായി ഏതൊരു മനുഷ്യനും ആവശ്യമുള്ള സാധാരണക്കാർക്ക് മറ്റെല്ലാവർക്കും അരിപയർ പഞ്ചസാര തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഐറ്റംസ് അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ടി വി അങ്ങനെ ഏതൊരു മനുഷ്യനും ആവശ്യമായ സാധനങ്ങളിലേക്ക് ആണ് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത്. ഒരു കൊള്ളലാഭം എന്നതിലുപരി ഈ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഓരോരുത്തരിലേക്കും എത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ കമ്പനിയുടെ അന്നത്തെ ലക്ഷ്യം. അപ്പൊ അവിടുന്ന് ഒരു രൂപ പോലും ഫീസ് ഇല്ലാതെയാണ് ഇതിലൊരു കസ്റ്റമറായി അല്ലെങ്കിൽ ഒരു കസ്റ്റമറായി മാറാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന എന്നുള്ളതാണ് നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്ത് പറയാനുള്ളത്. ഒരു ഫേസ്ബുക്കിൽ ഒരു ഐഡിയ എടുക്കുന്ന പോലെ അങ്ങനെയായിരുന്നു നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോയത്. പിന്നെ എന്താണ് ഇന്ന് മീഡിയയിൽ ഇതുപോലെ നമ്മളെ പരാമർശിക്കുന്നത്? എനിക്കറിയാം, ഞാൻ പേരുകൾ കാണുന്നു. ഒരു പരിചയമില്ലാത്ത ഒത്തിരിയേറെ ആളുകൾ വളരെ താല്പര്യത്തോടെ നമ്മുടെ ലൈവ് പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഇവിടെ നമ്മൾ ഒത്തിരി കേട്ടിരിക്കുന്ന ഒരു വാക്കാണ് തട്ടിപ്പ് എന്നുള്ളത്. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പോ അല്ലെങ്കിൽ ഒരു ഹവാലയോ ഒന്നും ഇവിടെ നടന്നിട്ടില്ല. കാരണം അന്വേഷണ ഏജൻസികളെല്ലാം അത് കൃത്യമായ രീതിയിൽ അവരുടെ ഇത് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാല് എന്താണ് ഇവർ കാണിച്ചുകൊണ്ടിരുന്നത്? നമുക്കറിയാം, തൃശ്ശൂരിലിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ബഹുമാനായ പ്രതാപൻ സാറിനെയും ശ്രീരാം മേഡത്തെയും ഒറ്റ ദിവസം കണ്ട് നേപ്പാളിൽ എത്തിച്ചവരാ നമ്മുടെ മീഡിയക്കാര് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബേഴ്സ്. ഇന്ന് നമ്മുടെ നാട്ടില് പഠനത്തിനായും ജോലിക്കായിട്ടും ഒത്തിരിയേറെ ആളുകള് തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമ്പോൾ, എത്രയോ ഓഫീസുകൾ കയറി ഇറങ്ങുമ്പോൾ, എത്രയോ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുമ്പോൾ, എത്രയോ ഡിഗ്രിയും ഡിപ്ലോമയും ഒക്കെ കയ്യിലുള്ളപ്പോൾ മാസങ്ങള് വെയിറ്റ് ചെയ്തിട്ടാണ് ചിലരൊക്കെ UK-യിലും കാനഡയിലൊക്കെ എത്തിപ്പെടുന്നത്. എന്നാൽ നമ്മുടെ യൂട്യൂബേഴ്സും നമ്മുടെ ചാനലുകാരൊക്കെ ഒറ്റ ദിവസം കണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട MDയും ശ്രീരാമേടത്തെയും ഒക്കെ കാനഡയിൽ എത്തിച്ചവരാ. എന്തൊരു മറിമായോ അല്ലെ, എന്ത് ഇൻട്രസ്റ്റ് ആണ് നോക്കണേ ഇവർക്ക് എല്ലാവർക്കും. ഇവര് തട്ടിപ്പ് എന്ന് പറയുമ്പോണ്ടല്ലോ, അതിനകത്ത് വരുന്ന എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പേടിയായിട്ടാണ്. കാരണം ഈ 1,80,00,000 ഐഡികൾ എന്നുള്ളത് വലിയൊരു പ്രശ്നം പലർക്കും. വളരെ പെട്ടെന്ന് തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഒരു കമ്പനി എന്ന് പറയുമ്പോൾ പലരുടെയും ഉറക്കം കെടുത്തി. അതവിടെ പറ്റിയത്. ഇവര് കണക്ക് കൂട്ടിയാണെന്ന് വെച്ചാൽ 1,80,00,000 × 10,000 ഇതാണ് ഇവർ കൂട്ടി വെച്ചേക്കുന്നത്. ഇങ്ങനെയാണ് കൂട്ടിയേക്കുന്നത്. ഇനി നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട്. ഇവിടെ ഈ 1,80,00,000 കുറെ ഫ്രീ ഐഡികളുണ്ട്, കുറെ 750 രൂപയുടെയും അതുപോലെ തന്നെ 800 രൂപയുടെ ഒക്കെ പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് ഇതിൽ നിന്ന് ഇവർക്ക് കാശ് തിരിച്ചു കൊടുക്കണ്ട. ഫ്രീ ഐഡി എടുത്തവർക്ക് എന്തിനാ കാശ് കൊടുക്കുന്നത്? അവര് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകള് 600-ൽ പരം സൂപ്പർ മാർക്കറ്റുകള്, 1000-ൽ പരം മൾട്ടി വെണ്ടർ ഷോപ്പുകള് ഇന്ത്യയിലെമ്പാടുമുള്ള നമ്മുടെ ഈ ഒരു വലിയ പ്രസ്ഥാനത്തില്
ഒരു രൂപ പോലും മുതൽ മുടക്കാതെ, ഒരു രൂപ പോലും നിക്ഷേപിക്കാതെ, ഒരു രൂപ പോലും കമ്മീഷൻ കൊടുക്കാതെ അവരവരുടെ വീടുകളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഇറക്കി വെച്ചേക്കുന്നത്. ഇവിടുന്ന് ആമസോണും അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടൊക്കെ കോടിക്കണക്കിന് രൂപ വിദേശങ്ങളിലേക്ക് കടത്തുന്നതിന് ആർക്കും ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ആമസോൺ പ്രൈമിൽ പോയി കോടിക്കണക്കിന് രൂപ നമ്മൾ സിനിമ കാണുമ്പോൾ കോടിക്കണക്കിന് രൂപ അവർ സമ്പാദിക്കുന്ന ഇവിടെ ആർക്കും പ്രശ്നമില്ല. ഇവിടെ നമ്മുടെ സ്വന്തമായി കേരളത്തിനകത്തൊരു OTT വന്നപ്പോഴാണ് ഇവിടെ പലർക്കും കുരുപൊട്ടിയത്. കേരളത്തിനകത്തേക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ഇൻകം വന്നപ്പോൾ ഇവിടെ പലർക്കും ഭയങ്കര പ്രശ്നമായിരുന്നു. ഇതല്ലേ ശരിക്കും യഥാർത്ഥത്തിൽ നടന്നത്? ഇനി ഡിജിറ്റൽ കൂപ്പണിലേക്ക് പലർക്കും തെറ്റിദ്ധാരണ ഉളവാക്കിയ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. ഡിജിറ്റൽ കൂപ്പൺ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ ചുരുങ്ങിയ നാളുകളായിട്ടുള്ള നമ്മൾ ഈ കൂപ്പണൊക്കെ ഇറങ്ങിയിട്ട്, ആ കൂപ്പണൊക്കെ ഇറങ്ങിയിട്ട് അതിൽ ഭൂരിഭാഗം ആളുകൾക്കും അവര് പർച്ചേസ് ചെയ്ത കൂപ്പണിന്റെ എമൗണ്ട് അവർക്ക് തിരിച്ചു കിട്ടി. ഇനി വളരെ ചുരുങ്ങിയ ഒരു സംഖ്യ മാത്രമേ ചിലർക്ക് കിട്ടാനുള്ളൂ. അപ്പം ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, കമ്പനിയുടെ തുടക്കം മുതലുള്ള കണക്കുമായിട്ട് ചിലർ ഇറങ്ങിക്കുക 2019 2016 അന്ന് മുതൽ കമ്പനി തുടങ്ങിയ 2019 അതിനുള്ളൊരു ചെറിയൊരു ഇത് വരുന്നത്. ഇപ്പൊ 2016 മുതൽ തുടങ്ങിയ കണക്കുമായിട്ട് ചിലർ ഇറങ്ങിക്കുക. ഞാനൊന്ന് ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു ബിസിനസ്സില് അതിന്റെ എന്ത് പറയുന്നത്, അതിന്റെ ടേൺ ഓവർ അല്ലെങ്കിൽ വിറ്റുവരവ് കാണുന്നത് അല്ലെങ്കിൽ ലാഭം കൂട്ടുന്നത് മാസത്തിലോ അല്ലെ വർഷത്തിലോ അല്ലേ? അല്ലെ ആദ്യം മുതൽ അവസാനം വരെ ഉള്ളത് എന്നും ഇങ്ങനെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുവാണോ? ഇവിടെ ചില മാധ്യമങ്ങളും ചില ആളുകളും പർപ്പസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാ. കമ്പനി തുടങ്ങിയ അന്ന് മുതലുള്ള ഇന്ന് വരെയുള്ള കണക്ക് വെച്ചുകൊണ്ട് അവർ ഈ പറയുന്നത് കൂടെ ഏത് സ്കൂളിലാണ് ഇവർ പഠിച്ചത് എനിക്കറിയില്ല. അപ്പം ഇതുപോലുള്ള പെരുപ്പിച്ച കണക്കും കാണിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്കുകളുമായിട്ട് നിങ്ങൾ ഈ ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, ഇതൊന്നും അല്ല സത്യം. നിങ്ങൾ സത്യം മനസ്സിലാക്കുന്നവരാണെങ്കിലും സത്യം മൂടി വെക്കാൻ നല്ല മിടുക്കരാണ് നമുക്കറിയാം. സാധാരണക്കാരായ ഒരുപാട് ആളുകളുടെ ആശയവും ആശ്രയവുമാണ് ഈ കമ്പനി. അതുകൊണ്ട് ഇന്നും അവർ നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഈ കമ്പനി ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഈ കമ്പനി തുടങ്ങിയപ്പോൾ മുതലുള്ള കണക്കുകളുമായിട്ടാ ഇന്ന് കൂടുതലും ആൾക്കാർ നിൽക്കുന്നത്, അല്ലേ? അതിൽ ഭൂരിഭാഗം ആളുകൾക്കും ആ പൈസ തിരിച്ചു കിട്ടി. ഇനി കുറച്ച് പൈസ ചിലർക്കൊക്കെ തിരിച്ചു കിട്ടാനുണ്ട് ആ കൂപ്പണിന്റെ സിസ്റ്റത്തിലൂടെ. ആ സിസ്റ്റത്തിലൂടെ പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ള ആ ഒരു എമൗണ്ട് തിരിച്ചു കൊടുക്കാനുള്ള എമൗണ്ട് നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ടിലുണ്ട്. ഇത് അധികാരികൾക്കും വേണ്ടപ്പെട്ടവർക്കും അറിയാം, വഴിയെ പോകുന്നവർക്കല്ല അറിയാവുന്നത്. ബാങ്കുകൾക്ക് അറിയാം, അധികാരികൾക്ക് അറിയാം, ഇങ്ങനെയുള്ളവർക്ക് ഇതെല്ലാം അറിയാം. പിന്നെ എന്തിനാണ് ആവശ്യമില്ലാതെ ചിലരൊക്കെ വേവലാതി കൊണ്ടുവന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങളോട് ഹൈറിച്ചിലുള്ള എന്നെ പോലെയുള്ള സാധാരണക്കാരോട് നിങ്ങൾക്ക് എന്നാ ഈ സ്നേഹം തുടങ്ങിയത്? ഒരു 5-6 മാസമല്ലേ ആയിട്ടുള്ളൂ. അതെന്താ, അതിനു മുമ്പ് ഹൈറിച്ച് ഇവിടെ ഇല്ലായിരുന്നോ? അതോ നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നോ? അപ്പൊ എന്റെ ഒരു സംശയം ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു 5-6 മാസം മുൻപ് ഇത്രമാത്രം സ്നേഹം ഹൈറിച്ചിനോട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ ഊഹിക്കുന്ന കേട്ടോ, ചിലരെയൊക്കെ കാണേണ്ടതുപോലെ ചിലർ കണ്ടു എന്നല്ലേ അതിന്റെ അർത്ഥം, അല്ലെ? അതല്ലേ അതിന്റെ ഒരു കുട്ടൻസ്. അങ്ങനെ ആയിരിക്കുമല്ലോ അതിന്റെ കാര്യങ്ങള്. ഒന്ന് ചിന്തിച്ചു നോക്ക്, സാമാന്യ ബുദ്ധിയാണെന്ന് ചിന്തിച്ചു നോക്ക്. ഈ കമ്പനിയെ, ഹൈ റിച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനിയെ നിങ്ങൾ തകർക്കാൻ നോക്കിയാൽ ഇത് തകരുന്നൊരു കമ്പനിയല്ല. ഇത് ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ കൂട്ടിവെച്ചുണ്ടാക്കിയ ഒരു കമ്പനിയാ. ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചൊരു കമ്പനിയാ. ഈ കമ്പനിയെ വെറുതെ നിങ്ങൾ പേടിപ്പിക്കാൻ നോക്കണ്ട. ഈ കമ്പനി എന്ന് പറഞ്ഞാല് സ്നേഹം കൊണ്ട് കെട്ടിപ്പടുത്തൊരു കമ്പനിയാ. ഈ കമ്പനി കരുണ കൊണ്ട് കെട്ടിപ്പടുത്തൊരു കമ്പനിയാ. ഈ കമ്പനി അനേകം പേർക്ക് സഹായ ഹസ്തം നീട്ടുന്ന ഒരു കമ്പനിയാ. അനേക ലക്ഷം കുടുംബങ്ങളിലേക്ക് പ്രകാശം ചൊരിയുന്ന ഒരു കമ്പനിയാണ് ഈ കമ്പനി. ഇവിടെ ആഴ്ചയിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നവരുണ്ട്. ആഴ്ചയിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് മരുന്ന് വാങ്ങുന്നവരുണ്ട്, സ്ഥിരമായ രോഗികള് മരുന്ന് വാങ്ങുന്നവരുണ്ട്. വീൽ ചെയറിൽ ജീവിതം മുഴുവൻ വീൽ ചെയറിൽ ഇരിക്കാൻ വിധിക്കപ്പെട്ടവർ ഈ കമ്പനിയിലുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടിയിരുന്നവരുണ്ട്. ഇന്ന് അവരെല്ലാവരും അന്തസ്സായിട്ട് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്നത് ഹൈറിച്ച് എന്ന ഈ ഒരു മഹത്തായ കമ്പനി ഉള്ളത് കൊണ്ടാണ്. വീടില്ലാതിരുന്ന അനേകം ആളുകള്
സുരക്ഷിതരായി ഇന്ന് അന്തി ഉറങ്ങുന്നത് ഒരു വാഹനം എന്നതൊരു സ്വപ്നം മാത്രമായിരുന്ന ഒത്തിരി പേർക്ക് അത് യാഥാർത്ഥ്യമാക്കിയത് ഹൈറിഷ് എന്ന ഈ ഒരു ഗ്രേറ്റ് കമ്പനിയിലൂടെയാണ്. ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്തിയ ഒത്തിരി കുട്ടികളെ എനിക്കറിയാം. അവരും അവരുടെ മാതാപിതാക്കളും ഇന്ന് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ അവരുടെ പഠിപ്പ് തുടരുന്നുണ്ട്. പല കുടുംബങ്ങളിലും അടുപ്പ് പുകയുന്നത് ഹൈറിഷ് എന്ന ഈ ഒരു കമ്പനി ഉള്ളതുകൊണ്ടാണ്. പാർശ്വവൽക്കപ്പെട്ടിരിക്കുന്നവര്, താഴേക്കിടയിലുള്ളവര്, മാറ്റി നിർത്തപ്പെട്ടവര്, ഇടത്തരക്കാര്, അടിച്ചമർത്തപ്പെട്ടവര്, ഇവരെല്ലാം ഇന്ന് മാന്യമായി ജീവിച്ചു പോകുന്നത് ഹൈറിഷിലൂടെ ആയിരുന്നു കഴിഞ്ഞ ഡിസംബർ 7 വരെ. കാരണം അന്ന് വരെ ഈ കമ്പനിയെ പറ്റി, ഈ കമ്പനിയിലുള്ള 1,80,00,000 ഐഡികളുടെ ഉടമയ്ക്കും ഒരു കംപ്ലൈന്റും ഇല്ലായിരുന്നു. ഈ 1,80,00,000 ഐഡികളുടെ ഉടമകളിലേക്കാണ് നിങ്ങൾ, അവരുടെ കഞ്ഞിയിലേക്കാണ് നിങ്ങൾ മണ്ണ് വാരിയിട്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മണ്ണ് വാരിയിട്ട് കൊടുക്കുന്നത്. ഹൈറിഷിനെതിരെ പ്രവർത്തിക്കുന്ന ഓരോരുത്തരോടും അവരുടെ സ്ഥാനപ്പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. കാരണം കാളകൂട സർപ്പങ്ങളുടെ വിഷം പോലെയുള്ളവർ അവരുടെ പേര് പോലും പറയാൻ അർഹിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഈ പാപങ്ങളൊക്കെ എവിടെ കൊണ്ട് തീർക്കും? ഈ ശാപം നിങ്ങളുടെ അടുത്ത തലമുറയിലേക്കെങ്കിലും വരാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കാൻ, ഞങ്ങൾ പ്രാർത്ഥിക്കാം. എത്ര പേരുടെ ജീവിതത്തെ തല്ലിക്കെടുത്തുന്നവരാണ് നിങ്ങൾ, നിങ്ങൾക്ക് അറിയാവോ? അതിൽ ഒരാളുടെയെങ്കിലും, ഒരാളുടെയെങ്കിലും ജീവിതം ഒന്ന് പ്രവൃത്തിയിലൂടെ അവരൊന്ന് ജീവിക്കാൻ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ തട്ടിപ്പെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. എന്താണ് ഈ തട്ടിപ്പ്? ശരിക്കും തട്ടിപ്പ് നടത്തിയ ഒത്തിരിയേറെ കമ്പനികൾ നിങ്ങളുടെ ഇടത്തും വലുതുമില്ലേ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്തകൾ കേട്ടു ഇല്ലേ? എന്തേ അവിടെ നിന്ന് പോയി നിങ്ങൾ അതിനെതിരെ ശബ്ദിക്കാത്തത്? എന്തേ നിങ്ങൾ അവിടെ ഒരു പത്രസമ്മേളനം വിളിക്കാത്തത്? എന്താ നിങ്ങളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും അതിനകത്ത്? കാരണം മറ്റൊന്നുമല്ല, വരുമാനം. അത് തന്നെയാണ് നിങ്ങളുടെ വരുമാനം. സംശയിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ തന്നെ പറ, ഒന്ന് പറഞ്ഞോട്ടെ. ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ. ഞങ്ങളെ പോലെയുള്ള സാധാരണ ആളുകള് ഒന്ന് ജീവിച്ചോട്ടെ. സഹായിക്കണ്ട, ഉപദ്രവിക്കാതിരുന്നാൽ മതി. ഞാനൊരു പ്രവാസിയാ. കുറെ വർഷങ്ങള് ഗൾഫില് കുടുംബമായി ജീവിച്ചിരുന്ന ഒരാളാണ് ഞാന്. എന്നെ പോലെ നിരവധി പ്രവാസികള് ഈ ഹൈറിഷ് എന്ന ഈ കുടുംബത്തിലുണ്ട്. സ്വന്തം ജനിച്ചു വീണ മണ്ണിൽ ജീവിക്കാനുള്ള ഒരു കൊതി കൊണ്ട് തിരിച്ചു വന്നവര്, സ്വന്തം മാതാപിതാക്കളുടെ കൂടെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വന്നവര്, സ്വന്തം സഹോദരങ്ങളുടെ കൂടെ, സ്വന്തം ഭാര്യയുടെ കൂടെ, സ്വന്തം ഭർത്താവിന്റെ കൂടെ, സ്വന്തം മക്കളുടെ കൂടെ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മറ്റൊരു നിവൃത്തിയുമില്ലാതെ പ്രവാസ ജീവിതം മാറ്റിവെച്ച് ഇന്ന് ഈ കൊച്ചു കേരളത്തിലേക്ക് തിരിച്ചു വന്ന ഞങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നതാണോ നിങ്ങൾ ഈ പറയുന്ന തട്ടിപ്പ്? ഞങ്ങൾക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എവിടുന്നാ ഉണ്ടായി വന്നേ? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അത് ഒന്ന് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് പറയുന്നതാ. എത്രയോ യുവ സംരംഭകർ നമ്മുടെ കൂടെയുണ്ട്, എത്രയോ സ്ത്രീ സംരംഭകർ നമ്മുടെ കൂടെയുണ്ട്. അവരെ വളരാൻ അനുവദിക്കൂ, ഒന്ന് ജീവിക്കാനൊന്ന് അനുവദിക്കവരെ. ഈ കമ്പനി, ഹൈറിഷ് എന്ന ഈ ഒരു കമ്പനി ഇവിടെ നിലനിൽക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. ആത്മഹത്യകളില്ലാതിരിക്കാൻ, പട്ടിണിയിലേക്ക് പോകാതിരിക്കാൻ, വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാൻ, വീട് പണി മുഴുമിപ്പിക്കാൻ, മാന്യമായി ജീവിക്കാൻ, ഇങ്ങനെ ഒത്തിരി കാരണങ്ങളുണ്ട്. അതിനെല്ലാം ഇവിടെ ഹൈറിഷ് എന്ന ഈ ഒരു കമ്പനി, ഹൈറിഷ് എന്ന ഈ ഒരു വികാരം നമുക്ക് ഇവിടെ ആവശ്യമാണ്. ആയിരക്കണക്കിന് ആളുകള് ഹൈറിഷ് ഉള്ളതിനാൽ എത്രയോ മാറ്റമാണ് ഇവിടെ വന്നത് നിങ്ങൾക്കറിയാമോ? ആയിരക്കണക്കിന് ആളുകള് ഇന്ന് ഗവൺമെന്റിലേക്ക്, കേന്ദ്ര ഗവൺമെന്റിലേക്കും സംസ്ഥാന ഗവൺമെന്റിലേക്കും ഒരു ഇൻകമായി പ്രവർത്തിക്കുന്നുണ്ട്. സ്വന്തമായി ഫേമുകൾ രജിസ്റ്റർ ചെയ്ത് അതിന്റെ GST അടയ്ക്കുന്നവര്, അത് ഇൻകം ടാക്സ് അടയ്ക്കുന്നവര്, അങ്ങനെ ഗവൺമെന്റിലേക്ക് എത്രയോ ലക്ഷം രൂപയാണ് ഒരു മാസം വരുമാനം കിട്ടുന്നത്. ഈ കഴിഞ്ഞ 2-3 മാസങ്ങളിലൂടെ ഗവൺമെന്റിലേക്ക് ഒരു പൈസ കിട്ടിയോ? അപ്പൊ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഗവൺമെന്റിനെതിരാണോ? എനിക്കറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന. ഈ ഗവൺമെന്റ് ഇവിടെ നിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ? നമ്മുടെ നാട് വളരണം, നമ്മുടെ നാട് പുരോഗതിയിലേക്ക് പോകണം. മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഫണ്ട് വന്നിട്ടുണ്ട്, വരണം, ഇനിയും വരണം.
അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തേക്ക് മാത്രമല്ല അന്യ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് സമ്പത്ത് വരണം ഹൈറിച്ച് എന്ന ഈ വലിയൊരു കമ്പനിയിലൂടെ. അതല്ലേ ശരിക്കും നമുക്ക് വേണ്ടത്? അപ്പോ നമ്മുടെ നാട് നന്നാവൂലേ? നമ്മുടെ കൂടെയുള്ളവർ നന്നാവൂലേ? നമ്മുടെ പ്രിയപ്പെട്ടവർ നന്നാവൂലേ? അതിനാൽ കൈകൂപ്പി ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് എന്തുമാത്രം പ്രയോജനങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾ വാങ്ങിച്ചു വെച്ചോളൂ. ഇനിയെങ്കിലും ഇതിനെ തകർക്കാൻ വരാതിരിക്കുക. ഇവിടെ ഒന്ന് ജീവിച്ചോട്ടെ. നല്ലൊരു മനസ്സോടെ, ഒരു മനസ്സോടെ നമുക്ക് ഒരുമിച്ച് നിന്നാൽ ഈ ഒരു രാജ്യം, ഈ ഒരു നാട് നല്ല സുന്ദര. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നെ കേൾക്കുന്ന നിങ്ങളോട്, ഹൈറിച്ച് എന്നൊരു കമ്പനി എവിടെയും പോയിട്ടില്ല. ഹൈറിച്ച് എന്നൊരു കമ്പനി ഇവിടെയുണ്ട്. ഈ ഒരു ഒരു കൂട്ട ആക്രമണത്തിൽ നമ്മളൊന്ന് പകച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ നമ്മൾ വിശ്വസിക്കുന്നവരാണ്. ഇന്ത്യയിൽ നിന്ന് നമുക്ക് നീതി കിട്ടും, നമ്മുടെ നാട്ടിൽ നിന്ന് നീതിന്യായ വ്യവസ്ഥയിൽ നിന്നും നമുക്ക് നീതി കിട്ടുമെന്ന് ഉറപ്പുള്ളവരാണ് ഹൈറിച്ചിലുള്ള ഓരോ അംഗങ്ങളും. നമ്മൾ പോകുന്നത് നേരായ വഴിയിലൂടെയാണ്, നേരിന്റെ വഴിയിലൂടെയാണ്. നമ്മളെ ഒരു പക്ഷേ ഒന്ന് പേടിപ്പിക്കാൻ ഇവർക്കൊക്കെ കഴിഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ്. ഒന്ന് പകച്ചുപോയി എന്നുള്ളത് സത്യം തന്നെയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട MD അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ മറ്റു വഴിയിലേക്ക് പോകുന്നത്? അദ്ദേഹത്തിന്റെ ആ ഒരു വാക്യം കറക്റ്റ് ആണ്. അതുകൊണ്ട് ആദ്യമേ ഇവർക്ക് കയറി അവരെ ആ ശക്തി ഒന്ന് കാണിക്കാൻ പറ്റിയെന്നുള്ളത് സത്യമാണ്. നമ്മുടെ ബഹുമാന്യനായ MD പ്രതാപൻ സാറും ശ്രീനാമാടവും അതുപോലെ തന്നെ അവരോട് ഒത്തു നിൽക്കുന്ന എത്രയോ ആളുകൾ ഉള്ളതുകൊണ്ട് എത്രയോ കുടുംബങ്ങളാണ് മാന്യമായ രീതിയിൽ ജീവിക്കുന്നത്. ആ കുടുംബങ്ങളിലേക്ക് മണ്ണ് വാരിയിടുന്നവരോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഒന്ന് തിരിഞ്ഞു നോക്ക്. എന്ത് നേടുന്നു നിങ്ങൾ? അല്ലെ? അപ്പൊ നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് സന്തോഷത്തോടെ പോകാം. ഒരു വാക്കുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. കാരണം ഇതിനകത്ത് കുറെ പേരിവിടെ അതിന്റെ മെസ്സേജ് വിട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഒത്തിരി രാഷ്ട്രീയ പാർട്ടികൾ മുഷ്ടി ചുരുട്ടിയും അല്ലാതെയും അവരുടെ പാർട്ടിക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുമ്പോൾ അന്നം തരുന്ന ഒത്തിരിയേറെ ആളുകളെ തീറ്റിപ്പോറ്റുന്ന ഈ ഒരു കമ്പനിക്ക് വേണ്ടി ജയ് ഹൈറിച്ച് എന്ന് അഭിമാനത്തോടെ വിളിക്കുന്നവരെ നിങ്ങൾ കളിയാക്കാൻ തുടങ്ങുമെന്ന് എനിക്കറിയാം. അഭിമാനത്തോടെ തന്നെ ഞാനും എന്റെ കമ്പനിയോട് പറയുന്നു ജയ് ഹൈറിച്ച്. കാരണം അത് പറയാനുള്ള യോഗ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നെ ശ്രമിക്കുന്ന എല്ലാവരോടും, ഈ മെസ്സേജ് ഇട്ട എല്ലാവരോടും, ലൈവായിട്ട് കാണുന്ന എല്ലാവരോടും ധൈര്യമായിരിക്കുക. നമ്മൾ എവിടെയും പോയിട്ടില്ല, നമ്മൾ എവിടെയുണ്ട്. നമ്മൾ ഇനിയും അനേകം പേരുടെ ജീവിതം രക്ഷയിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന ഒരു കമ്പനിയാണ് ഈ കമ്പനി. ലോകം മുഴുവൻ ഹൈറിച്ചിനെ അറിഞ്ഞു. നല്ല രീതിയിൽ നമ്മൾ ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളോട്, ചെറിയൊരു പ്രശ്നങ്ങൾ നമുക്കുണ്ടായി എന്ന് നമുക്കറിയാം, എങ്കിലും നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ സുഹൃത്തുക്കളോട്, നിങ്ങളെ ചേർത്ത് അല്ലെങ്കിൽ നിങ്ങളെ ജോയിൻ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, അവിടെ എല്ലാവരും കൂടെ നിൽക്കുക. ഒരുമിച്ച് നമുക്ക് നിന്നാൽ ഈ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ ഒരു പ്രശ്നവുമില്ലാതെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് വരാം. അതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും സ്നേഹത്തോടെ ജയ് ഹൈറിച്ച്. താങ്ക് യു.